വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ വമ്പിച്ച സ്വീകരണം നൽകി. ബൈക്ക് റാലി, റോളർ സ്കേറ്റിംഗ്, വാദ്യമേളങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്ത സ്വീകരണ ഘോഷയാത്ര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ വ്യാപാരി പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടപ്പാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നിബന്ധനകളും കൃത്യമായി അനുസരിച്ചുകൊണ്ട് കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് വ്യാപാരം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയിലെ വ്യാപാരികളെ ഏറെ ദ്രോഹിക്കത്തക്ക വിധത്തിൽ ചെറുകിട വ്യാപാരികൾക്ക് ഒരിക്കലും അംഗീകരിക്കാനും അനുസരിക്കാനും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നുകൊണ്ട് ചെറുകിട വ്യാപാരികളെ ആ രംഗത്ത് നിന്ന് തുടച്ചു നിൽക്കാനുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പരസ്പരം മത്സരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര മറുപടി പ്രസംഗം നടത്തി. വ്യാപാരികൾക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AJ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ലൈസൻസ് ലഭിക്കണമെങ്കിൽ സ്ഥാപനങ്ങളിൽ ശൗചാലയം നിർബന്ധമാക്കുന്നതും വേസ്റ്റ് ബിൻ പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കണം തുടങ്ങിയവ അംഗീകരിക്കാൻ കഴിയുകയില്ലെന്ന് അവർ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ജില്ലയിലെ മലയോര മേഖലയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സംഘടന ശക്തി ആർജിച്ചു വരികയാണ്. ഇടക്കാലത്ത് നമുക്ക് ക്ഷീണമെല്ലാം പരിഹരിച്ചുകൊണ്ട് വ്യാപാരികളെല്ലാം കൂട്ടത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായും മതപരമായും വ്യാപാരികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം വ്യാപാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവകാശം സംരക്ഷിക്കാൻ, നമ്മളെ സഹായിക്കാൻ ഏകോപന സമിതി മാത്രമാണുള്ളത് എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ സംഘടന മുൻകാലങ്ങളിൽ നിന്ന് ഇരട്ടിയായി നമ്മുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളായ കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, MK തോമസ് കുട്ടി, അബ്ദുൽ ഹമീദ്, ബാബു കോട്ടയിൽ, KE മാത്യു, കൂടൽ ശ്രീകുമാർ, A നൌഷാദ് റാവുത്തർ, NM ഷാജഹാൻ, R അജയ്കുമാർ, TT അഹമ്മദ്, VS ഷജീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.